യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളെ പോലും ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീതിക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധം തന്നെയാണ് നമ്മൾ നടത്തേണ്ടത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അക്കാര്യത്തിൽ വലിയ പിന്തുണയുണ്ട്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ പോലെ 3.5 കോടി മലയാളി സൈന്യ സജ്ജമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലമാണിത്. ഞാൻ അവിചാരിതമാണെങ്കിലും സാറിന്റെ മുമ്പിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരർത്ഥത്തിലുള്ള കുറവ് വല്ലാതെ ഈ പ്രശ്നത്തെ ബാധിക്കുന്നുണ്ടോ എന്ന സംശയം വ്യക്തിപരമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പണ്ട് ദീർഘമായ കാലം കേരളവർമ്മ കോളേജിലും ലോ അക്കാഡമിയിലും ഒക്കെ പഠിക്കുമ്പോൾ ആ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കരുത്ത് ഇത്തരത്തിലുള്ള ഒന്നിനെയും ക്യാമ്പസിനകത്ത് എത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. കുട്ടികളെ അതിവേഗം, സമൂഹത്തെ അതിവേഗം രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുടെ പിന്നിൽ രാഷ്ട്രീയം ഒഴിയുന്നിടത്ത് കയറി പറ്റാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വലിയ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവരുടെ ലോബികളും അവരുടെ ഇടപെടലും ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഈ യാത്രകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമായ കരള് പുളർക്കുന്ന കാഴ്ചകൾ ഒരുപക്ഷെ മലയാള മനസ്സാക്ഷി ഒരുമിച്ച് ഉണർന്നെഴുന്നേറ്റ് മറ്റേതിനേക്കാൾ വലിയൊരു സമരം ഇന്ന് ഒരു ജീവിത സമരം പോലെ ഏറ്റെടുക്കേണ്ടത് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ മുന്നോട്ട് പോക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ഗവൺമെന്റ് ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത് പൊതുജനം ഏറ്റെടുക്കണം. ആ പൊതുജനം ഏറ്റെടുക്കുന്നതിൽ ആളുകളെ കൂട്ടാൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി രാവിലെ ഇത് കാണുകയായിരുന്നു. ജനങ്ങളെ കൂട്ടാനും അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന വിധത്തിലുള്ളൊരു യാത്രയാണ് ഈ യാത്ര. ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നുണ്ട്.